ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങളിവിടെ എന്തോ ആവേശത്തോടു കൂടി മുന്നോട്ട് വരുന്ന എനർജിയാണ്. എന്തോ നിങ്ങൾ അത്ര അധികം ആവേശത്തോടുകൂടി നിങ്ങൾ ഇന്ന് ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ടിറങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നു എന്നുള്ളതാണ്. കോൺഫിഡൻ്റ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്രമാത്രം ആവേശം വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി മുന്നോട്ടിറങ്ങുകയാണ്, ഒത്തിരി ആവേശത്തോടു കൂടി മുന്നോട്ടിറങ്ങുകയാണ്. ആ ആവേശം നിങ്ങളുടെ കോൺഫിഡൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആവേശത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുള്ളതായിരിക്കണം. ഇനി അഥവാ വേറെ ഏതെങ്കിലും വ്യക്തികളെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആവേശത്തിന്റെ പുറത്തും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിന്റെ പുറത്തും അത് സാധ്യമായി കിട്ടുന്നതാണെന്നും കാണുന്നുണ്ട്. ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പേജ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി തീർച്ചയായിട്ടും എന്തോ നിങ്ങൾ ഇവിടെ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പഠിക്കുന്നു, സെർച്ച് ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ ഒരു ആകാംക്ഷയുണ്ട്. എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്ന് നിങ്ങൾ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്യുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടിറങ്ങണം, ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. വളരെയധികം പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം, ആക്റ്റീവ് ആകണം പല കാര്യങ്ങളിലും എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ത്രീ ഓഫ് സോളിന്റെ എനർജി വന്നിരിക്കുന്നു. കാരണം നിങ്ങളിവിടെ മുൻപ് എങ്ങോ നിങ്ങളുടെ പാസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് ദിവസം മുൻപ് അതുമല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. ഒരുപാട് മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അത് മുൻപായാലും മുൻപ് അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണ് എന്നാണ് കാണുന്നത്. ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകും തോറും മഞ്ഞു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും തോറും നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും തെളിമയാർന്ന് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു ആ ഒരു ചില ഓർമ്മകൾ. അതിൽ നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നു എന്ന് കാണുന്നുണ്ട്. തന്നെയുമല്ല, നിങ്ങൾക്ക് ചില അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ചില വ്യക്തികൾ നിങ്ങളെ ചില കാര്യങ്ങളിൽ ചീറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ വിഷമങ്ങൾ അനുഭവിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ നല്ല ജീവിതത്തിൽ ഇടയ്ക്ക് മറ്റു ആരെങ്കിലുമൊക്കെ വ്യക്തികൾ കടന്നുകൂടിയിട്ട് അവിടെ കുറച്ചൊന്ന് നിങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടും മറ്റുള്ളവർ നിമിത്തം നിങ്ങൾ നല്ലതുപോലെ വിഷമം അനുഭവിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് ചോയ്സസ് വരുന്നുണ്ട്. ചോയ്സസ് എന്ന് പറയുമ്പോൾ അവസരങ്ങളാണ്. അത് ഏത് കാര്യത്തിനും, ചിലപ്പോൾ സ്നേഹസംബന്ധപരമായ കാര്യങ്ങളിലെ അവസരങ്ങളാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്.
ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂസിനായാലും അതുപോലെ ഏതെങ്കിലും ജോലി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിലും, അല്ലെങ്കിൽ അതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ പരീക്ഷകൾ എഴുതാൻ പോകുന്ന കാര്യത്തിലായാലും നിങ്ങൾക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു സക്സസ് തേടിയിരിക്കുകയാണ്, നോക്കിയിരിക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ചില അവസരങ്ങൾ വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അല്ലാതെയും നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണുന്നത്. അവസരങ്ങൾ നിങ്ങളെ തേടി വരുമ്പോൾ അവിടെ നിങ്ങൾ എന്താണോ വേണ്ടത് എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ നെഗറ്റീവായിട്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ നിങ്ങളിവിടെ ഒഴിവാക്കുക തന്നെ വേണം എന്നാണ് കാണുന്നത്. കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഫസ്റ്റിൽ നമുക്ക് വന്നിരിക്കുന്ന വാൺസ് എനർജിയാണ്. വാൺസ് ഓഫ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. സോഡാണ് പിന്നീട് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികം ലഭിക്കുന്ന എനർജി ഉണ്ട്. സാമ്പത്തികം എവിടെ നിന്നെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതായത് ചിലപ്പോൾ സമ്പത്തിന്റെ രാജാവാകാനുള്ള ഒരു സാധ്യതയാണ്. അത് ഒരുപാട് സാമ്പത്തികം ലഭിച്ചില്ല എങ്കിൽ പോലും ചിലപ്പോൾ ചെറിയ ലോട്ടറികൾ അടിക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുക. ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തിക സാലറി കിട്ടാനുള്ള ഒരു എനർജി, അല്ലെങ്കിൽ ആരെങ്കിലും തരാനുള്ളത് ചിലപ്പോൾ ലഭിക്കാനുള്ളതാവാം. എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യത്തിന് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ വർക്കിനൊരു റിസൾട്ട് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ടവർ മൊമെന്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് നമുക്ക് 8 ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ടും ചില തകർച്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി നിങ്ങൾക്കത് സംഭവിച്ചിട്ടുണ്ടാവണം. ജീവിതത്തിൽ ചില പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവണം. നല്ലൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് സാധിച്ചിട്ടില്ല, വിവാഹബന്ധത്തിൽ വിള്ളലുകൾ വീണിരിക്കുന്നു, അഥവാ മറ്റു പല കാര്യങ്ങളിലും തകർച്ചയാണ് ഇതുവരെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൺമുൻപിൽ തന്നെയും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെയും തകർന്നടിഞ്ഞും തരിപ്പണമായ ചില കാഴ്ചകളാണ് നിങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു പരിവർത്തനത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തന്നെയും ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ബന്ധനത്തിലാക്കി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഉൾബലം ഉണ്ടല്ലോ, നിങ്ങളുടെ ആ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു എനർജിയെ നിങ്ങളിവിടെ ഇല്ല എന്ന് കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കില്ല ഒരിക്കലും. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മുന്നോട്ട് വരണം, എങ്ങനെയെങ്കിലും മുന്നോട്ട് വരണമെന്ന്, പക്ഷെ നിങ്ങൾ പവർഫുൾ ആകുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം, പക്ഷെ നിങ്ങൾ ബാക്കിലേക്ക് പിൻവലിയുകയാണ് പലപ്പോഴും. ഏതൊരു കാര്യത്തിനും ചിലപ്പോൾ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരേണ്ടിടത്ത് വരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വരികയും ചെയ്യാം, പക്ഷെ അങ്ങനെയാണ് നിങ്ങൾ കരുതേണ്ടത്. നിങ്ങൾക്ക് വരാം, നിങ്ങൾ മുന്നോട്ട് വരണം. മുന്നോട്ട് വന്ന് പല പ്രവർത്തികളിലും നിങ്ങൾക്ക് ആക്റ്റീവാകാനുണ്ട്. അത് വേണ്ടെന്ന് വയ്ക്കുന്നത് ഏറ്റവും വലിയ ഭീരുത്വമാണ്, ഏറ്റവും വലിയ ഒരു മടിയാണ്. നിങ്ങളുടെ മനസ്സിന്റെ മടി തന്നെയാണത്. അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ആ സൗഭാഗ്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണമെന്നുള്ള വിചാരമാണ് വേണ്ടത്. മനസ്സിലായി? അതിനോട് പൊരുതി നേടുകയാണ് ഇവിടെ വേണ്ടത്. പക്ഷെ അതിനോട് പൊരുതാതെ എനിക്ക് ആ ഒരു കഴിവില്ല, അല്ലെങ്കിൽ ഞാൻ ഭീരുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കിലേക്ക് വലിയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നിങ്ങളെ ഒരു പരാജയത്തിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള എനർജീസിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ വേണം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ആ ഒരു ജീവിതം കാരാഗ്രഹത്തിൽ അടച്ചതുപോലെയാണ് അല്ലെ, ജയിൽവാസത്തെ പോലെയല്ലേ അത് അങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫ്രീഡം നേടിക്കൂടാ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടാണ് മുന്നോട്ട് വരേണ്ടത്.
മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് എന്താണ് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിയത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്വയം തീരുമാനമെടുക്കണം, നിങ്ങൾക്ക് സ്വയം വിജയിക്കണം എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് വരിക. അല്ലാതെ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, മറ്റുള്ളവർ തുള്ളിക്കളിക്കുന്ന ആടാൻ പറയുമ്പോൾ ആടുന്ന ഒരു കളിപ്പാവയാവരുത്. അതിനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് കുറച്ച് കൂടുതൽ കരുത്ത് നേടി മുന്നോട്ട് വരേണ്ട ആൾക്കാർ തന്നെയാണ്. അതായത് മറ്റുള്ളവരുടെ കാൽക്കൽ അടിയറ വയ്ക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. മനസ്സിലായി? നിങ്ങൾക്ക് സ്വയം ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ആ പേഴ്സണാലിറ്റിയെ നിങ്ങൾ കീപ്പ് ചെയ്യുക. അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നത്. കാണിച്ചു കൊടുക്കുക, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക, എനിക്ക് നിങ്ങൾക്കും അപ്പുറത്തൊരു കഴിവ് എനിക്കുമുണ്ട്, നിങ്ങളെ വെല്ലാൻ കഴിയുന്ന ഒരു ധീരത എനിക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ധൈര്യം എനിക്കുണ്ട്. മനസ്സിലായോ? അങ്ങനെയാണ് വിചാരിച്ച് മുന്നോട്ട് വരേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഫോർ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. എന്തിനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിരുത്തി കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. സാമ്പത്തികം കുറച്ചുണ്ട്, അതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ അത് അങ്ങനെ ഇരിക്കുകയുള്ളൂ, അത് ഏറുന്നില്ല. നമ്മളിപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു സാധനമുണ്ട്, അതിനെ എങ്ങനെ ബലമായി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു സ്വാതന്ത്ര്യമില്ല, അതിന് വളരാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല, അല്ല എങ്കിൽ അത് വികസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അതിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, കുറച്ച് സാമ്പത്തികം മാത്രമേ ഉള്ളൂ, അതിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്താണ് പ്രയോജനം? പാവപ്പെട്ട മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മറുവശത്തുകൂടെ നിങ്ങൾക്ക് അത് തിരികെ ലഭിക്കും. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കൊടുത്ത് സഹായിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വരുമാനത്തെ അറിഞ്ഞ് ചെലവാക്കാൻ കൂടി പഠിക്കണം. മനസ്സിലായ? കയ്യിലുള്ളത് എപ്പോഴും ആർക്കും കൊടുക്കാതെ എന്നും ചെലവാക്കാതെ കൊണ്ടൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഇല്ലാതെയാകും. അതേ സമയത്ത് നമ്മൾ അതിനെ ചെലവാക്കി കഴിഞ്ഞാൽ മറുവശത്തൂടെ നമുക്ക് തിരികെ കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഫോർ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫുൾ കാർഡാണ് പിന്നീട് വന്നിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരു തുടക്കം വന്നിരിക്കുന്നത്, ഫുൾ കാർഡ് വന്നിട്ടുണ്ട്, 8 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിട്ടുപോകേണ്ടതിനെയൊക്കെ വിട്ടുപോവുകയാണ്. ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ വിട്ടുപോയിട്ട് വേണ്ടാത്തതിനെ വേണ്ടെന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ട് വേണം നമ്മൾ പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ, അല്ലെ? ആ പുതിയൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയമായ എനർജിയെ കൊണ്ടുതരുന്നതാണ്, ഒരു ഉണർവ് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിലുള്ള ദുഷ്കർമ്മങ്ങളെ അല്ലെങ്കിൽ ദുശ്ചിന്തകളെ, അനാവശ്യകരമായ വികാരങ്ങളെ ഒക്കെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലെ മാലിന്യങ്ങളെ ഒക്കെയും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പുതു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്തൊക്കെയോ നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. നിങ്ങളിൽ പലരും വേണ്ടെന്ന് വെക്കുന്നുണ്ട് പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്താണ്? പുതിയ പുതിയ ചില കാര്യങ്ങളാണ്, അല്ലെ? തീർത്തും വേണ്ട, തീർത്തും ഞാൻ ഇതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാൻ ഇതിനെ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു. അത് ബന്ധങ്ങളെയാവാം, പല കാര്യങ്ങളെയും ആകാം, നിങ്ങളുടെ മനസ്സിനെ തന്നെയും ആകാം, മനസ്സിലുള്ള മാലിന്യങ്ങളെയും ആകാം. അങ്ങനെ പല കാര്യങ്ങളെയും വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ മുന്നോട്ട് പോവുകയാണ്. എന്തിനു വേണ്ടി? ഒരു പുതിയ തുടക്കത്തിലേക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ആ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങളെ കൊണ്ട് തരുന്നതാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒത്തിരി മാറ്റങ്ങളെ കൊണ്ടു തരുമ്പോൾ തന്നെയും എന്താണ് അവിടെ? ആത്മീയപരമായ എനർജിയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് നല്ലൊരു നവോന്മേഷം ലഭിക്കുന്നത്, ഒരു സക്സസ് ജീവിതത്തിൽ ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്? ഇത് ലവേഴ്സാണ്. കണ്ടല്ലേ? ഒരുപാട് കാര്യങ്ങളെ ഉപേക്ഷിച്ച്, ആവശ്യമില്ലാത്തതിനെയൊക്കെ ഉപേക്ഷിച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്.
ഇവിടെയും കോംപ്രമൈസ് ആണ്. പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇന്നത്തെ ദിവസം സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ചില വ്യക്തികൾ തമ്മിലുള്ള ഒരു കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട കാര്യത്തിന് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു. ഇനി അതുമല്ല, ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ വേണം, അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് അതിന് ഒരു സക്സസ് ലഭിക്കുമെങ്കിൽ അവിടെ അങ്ങനെയും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കോംപ്രമൈസ് ചെയ്തു പോകാൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കാണുന്നുണ്ട്. കോൺഷ്യസ്നെസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ. കണ്ടില്ലേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് വെളിപ്പാടുകൾ അഥവാ ഇനി ഒരുപാട് തിരിച്ചറിവുകൾ, ഉൾബോധം വരുന്നുണ്ട്. ബോധോദയം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇവിടെ പുതിയ ചില യാത്രകളിലേക്ക് പോകാൻ ഒരുങ്ങുന്നവരുടെ എനർജി ഉണ്ടല്ലോ, പുതിയ തുടക്കത്തിലേക്ക് പോകുന്നവരുടെ എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബോധോദയം ഉണ്ടായിട്ടാണ് പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നത്. പലരും നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇന്ന് പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു പുതിയ തുടക്കം വരുമ്പോൾ തന്നെ എന്താണ്, പല കാര്യങ്ങളെ കുറിച്ചും അറിയാനുള്ള ആഗ്രഹം, പല കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലെ. ഒരു അവബോധം എന്ന് പറഞ്ഞ എന്താണ്, ഒരു ഉപബോധം, മനസ്സിൽ നിന്നുമുള്ള ആ ഒരു വെളിച്ചമാണ് വരുന്നത്. അപ്പോൾ ഇത് കുറെ കാലം കൊണ്ട് നിങ്ങളെ നയിക്കുന്നതാവാം ഈ ഒരു വെളിച്ചത്തിലേക്ക്. അങ്ങനെ ആ ഒരു വെളിച്ചത്തിലേക്ക് നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള കഴിവുണ്ടാവണം, ജ്ഞാനദൃഷ്ടി ഉണ്ടാവുന്നു, ഉൾക്കാഴ്ച ഉണ്ടാകുന്നു, ഉൾവിളികൾ ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് മനസ്സിലാകുന്നത് അല്ലെ. അപ്പോൾ നിങ്ങളിൽ പലരും ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, എല്ലാ പ്രതിസന്ധികളെയും കളഞ്ഞിട്ട് മുന്നോട്ട് പോകണമെന്നും ആത്മീയപരമായ പാതയിലൂടെ മുന്നോട്ട് പോകണമെന്നും മനഃശാന്തി അനുഭവിക്കണമെന്നും സമാധാനം ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ എനർജിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പുതിയ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് നേടാനും ഇന്നത്തെ ദിവസം കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ഇതുവരെ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബോധം നിങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ആ ഒരു ബോധം എത്തപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ നന്ദി പറയാൻ, ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം നടത്താൻ നിങ്ങൾ സ്വയം തയ്യാറെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് അതിന്റെ ബലം മനസ്സിലാകുന്നുണ്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും താങ്ക് യു യൂണിവേഴ്സ് എന്നൊരു വാക്ക്, ആ ഒരു വാക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഫൈറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് പല കാര്യങ്ങളെയും ഫൈറ്റ് ചെയ്ത് നേടാൻ സാധിക്കുന്നുണ്ട്. എത്ര വലിയ പ്രശ്നങ്ങൾ മുന്നിൽ വന്നു കഴിഞ്ഞാലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ് വന്നിരിക്കുന്നത്. ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുമ്പോഴെന്താണ്, മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, ആ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നു. മനസ്സിലായോ? ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും അറിഞ്ഞുകൂടായിരുന്നുവെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും വിജയം നേടാൻ പറ്റും എന്നുള്ള ആ ഒരു അവബോധം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റ് നമ്മൾ ഒഴുക്ക് വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ മുന്നിട്ട് എതിർത്ത് തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ തന്നെയും നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ധൈര്യം കുറച്ചേ കിട്ടുകയുള്ളൂ. അതേ സമയത്ത് ആ പ്രതിസന്ധികൾ എന്താണോ അതിനെ വെല്ലണം, എനിക്കതിനെ നേരിടണം എന്ന് കരുതിക്കൊണ്ട് അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോഴെന്താണ്, അതിൽ നിന്നും എതിർത്തിട്ട് അതിനെ എതിർത്തൊളിച്ചോടുകയല്ല ചെയ്യേണ്ടത്, അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് വേണ്ടത്. അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ, യാഥാർത്ഥ്യമായ കഥകളെ മനസ്സിലാക്കണം, കാര്യത്തെ മനസ്സിലാക്കി വേണം അതിനെ നേരിടാൻ എന്നാണ് ഇവിടെ കാണുന്നത്. ബാക്കിൽ വന്നിരിക്കുന്നത് എലോൺനെസ് ആണ്, കണ്ടില്ലേ, എലോൺനെസ് വന്നിട്ടുണ്ട്, റൈപ്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എലോൺനെസ് എന്ന് പറയുന്നത് എന്താണ്, ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള വെളിച്ചം കണ്ടില്ലേ, ഇല്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവികമായ പ്രകാശം നിങ്ങൾക്ക് കൂട്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്കിരിക്കുന്നത് എങ്ങനെയുള്ളവരെയാണ് ഒറ്റയ്ക്ക് യൂണിവേഴ്സ് ഇരുത്തുന്നത്? വളരെയധികം നല്ല വ്യക്തികളെയാണ് ഒറ്റയ്ക്കിരുത്താൻ സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവർക്ക് ആ വ്യക്തികളോടൊപ്പം തന്നെ യൂണിവേഴ്സ് കൂട്ടിനുണ്ടാകും.
കളങ്കമില്ലാത്ത ചില വ്യക്തികളെ മാത്രമേ യൂണിവേഴ്സ് ഒറ്റയ്ക്കാക്കുകയുള്ളൂ. അല്ലാതെ എല്ലാവരുമായിട്ട് വളരെ മുഷ്കു പിടിച്ച അല്ലെങ്കിൽ ദുശ്ചിന്തകളെ കൊണ്ടു നടക്കുന്ന വ്യക്തികളെ ഒന്നും യൂണിവേഴ്സ് ഒറ്റയ്ക്കാക്കുകയില്ല. മനസ്സിലായോ? നല്ല വ്യക്തികളെ സെലക്ട് ചെയ്താണ് യൂണിവേഴ്സ് ഒറ്റയ്ക്കാക്കുന്നത്. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ യൂണിവേഴ്സിന് അവരെ ഇഷ്ടമായത് കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹ സഫലീകരണം വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. കണ്ടില്ലേ? ആഗ്രഹ സഫലീകരണമാണ്, ഫ്രൂട്ട്ഫുൾ ആവുന്നു നിങ്ങളുടെ പല കാര്യങ്ങളും. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ സാധിച്ച് കിട്ടാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. നമുക്കിന്ന് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഒന്ന് എടുക്കാവേ. പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ വന്നിട്ടുണ്ട്. അച്ചീവ്മെന്റ് വന്നിരിക്കുന്നു. മൂന്ന് കാർഡ് എടുത്തിട്ടുണ്ട്. ഡിവൈൻ സപ്പോർട്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ഡിവൈൻ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദൈവികമായ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിലേക്ക് ഒരു പ്രോമിസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ വളരെയധികം പ്രസന്നമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നേരത്തെ തന്നെ 8 ഓഫ് കപ്സിന്റെ എനർജി വന്നതാണ്. അതുപോലെ തന്നെ ഫുൾ കാർഡ് വന്നതാണ്. പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ഇവിടെ, അല്ലേ? അപ്പൊ അങ്ങനെ പല കാര്യങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമുള്ളതിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവിടെ ഇവിടെ അച്ചീവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവികമായ സപ്പോർട്ട് ലഭിക്കുന്നു, ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ടോ, അതിന് നിങ്ങൾക്ക് ഇന്ന് നേടിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജോയിയാണ് ബൈക്കിൽ വന്നിരിക്കുന്നത് ജോയിയാണ്. കണ്ടില്ലേ? ഇന്ന ദിവസം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തിനുള്ള വകയുണ്ടാവുന്നു എന്നാണ് കാണുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷങ്ങളുടെ ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈപ്പ് ചെയ്യണേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.